Hey friends, welcome back to Chippy's Foodworld. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒറിയോ ബ്രെഡ് കേക്ക് ആണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് 4 ബ്രെഡ് സ്ലൈസ് ആണ്. ബ്രെഡ് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. മിൽക്ക് ബ്രെഡ് ആണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്കിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഒരുപാട് കയറ്റി കട്ട് ചെയ്യേണ്ട, ആവശ്യത്തിന് മാത്രം കുറച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ പീസസും ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ 4ാമത്തെ ബ്രെഡും ഇങ്ങനെ അറ്റമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തൊരു 3 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിലുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് നല്ല ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തുണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ മൊത്തം ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അടുത്ത് നമുക്ക് വേണ്ട ബിസ്ക്കറ്റ് ഈ ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിന് ചോക്ലേറ്റ് ഫില്ലിങ്ങുള്ള ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് പാർട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതും ഈ ഒരു തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചില്ലേ ഹാപ്പി ബിസ്ക്കറ്റ്, അതിനകത്ത് ഒരു 6-7 ടീസ്പൂൺ പാല് നമുക്കിനകത്ത് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ആ ഒരു ഫ്രോസ്റ്റിംഗ് ഗണാശയൊക്കെ ഇല്ല, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പം മൊത്തം എനിക്കൊരു 9 ടീസ്പൂൺ പാല് വേണ്ടി വന്നു തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പാല് ഒഴിക്കേണ്ട, കുറച്ച് വെച്ചൊന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഏകദേശം ഞാൻ ഒരു 10 ടീസ്പൂണോളം പാലിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിന് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു പ്ലേറ്റ് എടുക്കുക. അപ്പം ബ്രെഡ് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കുറച്ച് നേരത്തെ വെച്ച പേസ്റ്റ് ഇല്ല, അതൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുകളിലോട്ട് ഈ ബ്രെഡ് സ്ലൈസ് വെക്കാം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് വെക്കാം. പിന്നെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഹാപ്പി ബിസ്ക്കറ്റിൻ്റെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. ആ ഒരു ന്യൂട്ടെല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസ് നമുക്ക് വെക്കാം. ആ സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 4 ബ്രെഡും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റ് പേസ്റ്റ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ 10 രൂപ ബിസ്ക്കറ്റ് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം എടുത്ത് നമുക്കിത് ഒരു ചെറിയ സൈസുള്ള ബ്രെഡാണെങ്കിൽ നമുക്ക് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയില്ലേ, അത് ഇവിടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു മെയിൻ കവറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒറിയോ ബിസ്ക്കറ്റിൻ്റെ ഫീലിംഗ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു വെക്കാനുള്ളൊരു ഭംഗിയുള്ളൊരു ഡെക്കറേഷൻ പോലെ കിട്ടും. അപ്പോൾ അതിന് മുകളിലോട്ട് ചെറി വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു സൈഡ് ഞാനിങ്ങനെ ജെംസ് മുട്ടായാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 3 കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു പേസ്ട്രി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ രണ്ടായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് പേസ്ട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഡിസൈനുള്ള പേസ്ട്രി പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റാണ്. സാധാരണ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് ഒന്നും അല്ല ഇതിനകത്ത്. ആ ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റ് തന്നെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലും അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.